ഈ ആഴ്ച നമുക്ക് കുറേയധികം ന്യൂസ് അപ്ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എനിക്കറിയാം കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു. അതിൻ്റെ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ആഴ്ചയുള്ള ന്യൂസ് അപ്ഡേറ്റ്സ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയാൻ നിങ്ങളുടെ ആരുടെയും സമയമൊന്നും കളയുന്നില്ല. നേരെ നമുക്ക് തുടങ്ങിക്കളയാം. സോ ഈ അടുത്തിടയിൽ ഒരു ഇന്റർവ്യൂവിനകത്ത് നമ്മുടെ പഴയ സൈക്ലോപ്സ് ആയിട്ടുള്ള ജെയിംസ് മാഡിസൺ ഒരു അപ്ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഡൂംസ്ഡേ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ തിരിച്ച് ഹോം കമ്മിങ് ചെയ്യുവാണ് ഈ ഒരു ഫ്രാഞ്ചൈസിയിലേക്ക് എന്നുള്ള കാര്യമാണ് പുള്ളിക്കാരൻ പറയണേ. ആൻഡ് പുള്ളിക്കാരൻ ഭയങ്കര നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് തന്നെയാണ് ഈ ഒരു സൈക്ലോപ്സിന്റെ റോള് ഒരിക്കൽ കൂടി ഈ ഒരു ലൈവ് ആക്ഷനിൽ കാണിച്ചു തരാൻ വേണ്ടി തന്നെ. ആൻഡ് അത് പറയുമ്പോൾ തന്നെ നമുക്ക് ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ നമുക്ക് ഈ ഇടയ്ക്ക് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ ഡയറക്ടർ നമ്മളിപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അവർ അതിൻ്റെ സീക്വലും കൂടി അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യം തന്നെ. സോ നമുക്ക് പ്രതീക്ഷിക്കാം ഇതിനേക്കാളും വലിയൊരു പടം നമുക്ക് അടുത്തൊരു ഫൈനൽ ഡെസ്റ്റിനേഷൻ നമുക്ക് ലഭിക്കുമെന്ന് തന്നെ. പിന്നീട് നമുക്ക് F1 സിനിമയുടെ വലിയൊരു അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമ്മറിൽ തന്നെ ഇറങ്ങിയിട്ടേക്ക് വെച്ചേക്ക് ഏറ്റവും വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ആണ് F1 സിനിമ എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെ. 560 മില്യൺ ആണ് അത് ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ ഇതുവരെ കളക്ട് ചെയ്തിട്ടുള്ളത് തന്നെ. ആൻഡ് ബ്രാഡ് പിറ്റിൻ്റെ തന്നെ സിനിമയായിട്ടുള്ള വേൾഡ് വാർ സീനെയും സർപ്പാസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമ വന്നിട്ടുള്ളത് തന്നെ. ആൻഡ് അവരെ സംബന്ധിച്ചത് ഭയങ്കര ഒരു സർപ്രൈസിങ് ആയിട്ടുള്ളൊരു ഹിറ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു സിനിമ കൂടി തന്നെയാണ്. നിങ്ങൾ ആക്ച്വലി ഈ സിനിമ കണ്ടോ? ഞാൻ പറയുകയാണെങ്കിൽ ഐമാക്സിൽ കാണാൻ പറ്റുമെങ്കിൽ ഐമാക്സിൽ തന്നെ പോയി കാണുക. കാരണം അമ്മാതിരി കിഡിലനായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയാണ് F1 സിനിമ തന്നിട്ടുള്ളത് തന്നെ. ആൻഡ് അത് പറയുമ്പോൾ തന്നെ യെസ്, നമുക്ക് സ്ട്രേഞ്ചർ തിങ്സിൻ്റെ സീസൺ 5 കുറിച്ച് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ആദ്യത്തെ 2 എപ്പിസോഡിൻ്റെ എഡിറ്റിംഗ് കഴിഞ്ഞിരിക്കുക തന്നെയാണ്. അതേന്ന് പറഞ്ഞാൽ ആദ്യത്തെ എപ്പിസോഡിൻ്റെ അവരൊരു പുതിയ പേരും കൂടി നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ക്രോൾ എന്നാണ് അവർ എപ്പിസോഡിൻ്റെ പേര്. അതിന് ശേഷമുള്ള എപ്പിസോഡിൻ്റെ പേര് വാനിഷിങ് സംതിങ് അങ്ങനെ എന്തോ ഒരു കാര്യം തന്നെയാണ്. ആൻഡ് ഇതിൻ്റെ ക്രിയേറ്റേഴ്സ് പറയുന്നതെന്ന് പറഞ്ഞാൽ അവർ ഇതുവരെ ഇറക്കി വെച്ചിട്ടുള്ള പൈലറ്റ് എപ്പിസോഡ്, അതായത് ആദ്യത്തെ എപ്പിസോഡ് വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് ഏറ്റവും കിടിലനായിട്ടുള്ളൊരു എപ്പിസോഡാണെന്നുള്ളൊരു കാര്യം തന്നെയാണ് ഡഫർ ബ്രദേഴ്സും പറയുന്നത് തന്നെ. നിങ്ങൾ എക്സൈറ്റഡ് ആണോ സ്ട്രേഞ്ചർ തിങ്സിൻ്റെ സീസൺ 5 വേണ്ടി എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാതെ തന്നെയാണ്. സോ അടുത്ത വലിയൊരു അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ മാർവലിൻ്റെ തന്നെ ക്യാരക്ടറായിട്ടുള്ള അയൺ ഫിസ്റ്റിനെ കുറിച്ച് തന്നെയാണ്. ഈ അടുത്തിടയിൽ ഐസ് ഓഫ് വാക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു സീരീസിനകത്ത് നമ്മൾ ആക്ച്വലി അയൺ ഫിസ്റ്റിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് നമ്മൾ അയൺ ഫിസ്റ്റിൻ്റെ ഒരു സീരീസ് നെറ്റ്ഫ്ലിക്സിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും അല്ലാതെ നിങ്ങൾ ആക്ച്വലി മാർവലിൻ്റെ വാട്ട് ഇഫ് വരെ നിങ്ങൾ എടുത്ത് നോക്കുക, അതിനകത്തൊന്നും നമുക്ക് അയൺ ഫിസ്റ്റിനെ നമുക്ക് കാണാൻ കഴിയില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ഒരു അക്യൂസേഷന് ശേഷം മാർവൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്യാരക്ടറിനെ വെച്ച് ലൈവ് ആക്ഷൻ സിനിമ ചെയ്യാൻ വേണ്ടി തന്നെയായിരുന്നു. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി പല ഷെഡ്യൂളും കാര്യങ്ങളെല്ലാം വന്നതുകൊണ്ട് തന്നെ അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെന്താണെങ്കിലും ഈ ഒരു ക്യാരക്ടറിന് ഒരു ലൈവ് ആക്ഷൻ ഫ്യൂച്ചറിൽ ചെയ്യുമെന്ന് തന്നെയാണ് അവർ വിചാരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് അതിൻ്റെ ഒരു ലൈവ് ആക്ഷൻ നമ്മൾ ഇതുവരെ MCUവിൽ കാണാത്ത എന്നുള്ളൊരു എക്സ്പ്ലനേഷനാണ് നമുക്ക് മാർവലിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാതെ തന്നെയാണ്. ഇനി നമുക്ക് നേരെ നമ്മുടെ ഗെയിമിംഗ് ന്യൂസിലേക്കാണ് നമുക്ക് കിടക്കാം. യെസ്, അതിനകത്ത് എടുത്ത് പറയേണ്ടത് തന്നെയാണ് GTA 6ൻ്റെ പ്രൈസ്. അത് എല്ലാവർക്കും ഒരു ഹാർട്ട് അറ്റാക്ക് ആവും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ അടുത്തിടയിൽ അവരുടെ ഫൗണ്ടർ ആയിട്ടുള്ള അവരുടെ പാരൻറ്റ് സ്റ്റുഡിയോസ് ആയിട്ടുള്ള 2K ഒരു ഒഫീഷ്യലായിട്ടൊരു അപ്ഡേറ്റ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഗെയിംസ് പോലെയൊന്നും നമ്മൾ പ്രൈസിങ് ഒന്നും ചെയ്യില്ല. എന്നിരുന്നാൽ തന്നെ നമ്മൾ എന്തൊരു കാര്യം ചെയ്താലും അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മിക്കവാറും നല്ലൊരു പ്രൈസിങ് ആയിട്ട് നമ്മൾ ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് അതിൻ്റെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. എക്സ്പെക്റ്റ് ചെയ്യുന്നത് $80 മുതൽ $100 വരെയാണ് ഈ ഒരു ഗെയിം പ്രൈസ് ഇപ്പോൾ ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നത് തന്നെ. അതായത് ഇന്ത്യൻ റുപ്പീസ് ഒരു 7,000 മുതൽ 9,000 രൂപയുടെ അടുത്ത് വരെ എന്താണെങ്കിലും ഈ ഒരു ഗെയിമിൻ്റെ പ്രൈസ് വരാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. ആ ഒരു പ്രൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഗെയിം വാങ്ങുമോ ഇല്ലയോ എന്നുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. പിന്നെ 2Kയുടെ കാര്യം പറയുമ്പോൾ തന്നെ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അവരുടെ ഈ അടുത്തിടെ ഒരു പുതിയ ഗെയിം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, മാഫിയ ഓൾഡ് കൺട്രി എന്നാണ് ആ ഒരു ഗെയിമിൻ്റെ പേര്. നിങ്ങൾക്ക് നറേറ്റീവ് അല്ലെങ്കിൽ ഒരു മാഫിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്കൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നത് തന്നെയാണ്. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഫൈനലി നമുക്ക് മാറ്റ് റീവ്സിൻ്റെയും അതുകൂടാതെ തന്നെ ജെയിംസ് ഗണ്ണിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു അപ്ഡേറ്റ് ബാറ്റ്മാൻ്റെ 2ാമത്തെ സിനിമയെക്കുറിച്ച് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ വരുന്ന സ്പ്രിങ്ങിൽ ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെയാണ് നമ്മൾ കേൾക്കുന്നത്. സോ മേ ബി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അടുത്ത വർഷം അല്ലെങ്കിൽ 2027 ആദ്യം തന്നെ ഈ ഒരു സിനിമ ലഭിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് അതുപോലെ തന്നെ ജെയിംസ് ഗൺ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. വണ്ടർ വുമൻ്റെ സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് അവർ നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അവർ കാസ്റ്റിംഗ് ഉദ്ദേശിക്കുന്നത് ഡേവിഡ് കോൺസ്വീറ്റിനെ പോലെ തന്നെ അധികം പോപ്പുലർ ആകാത്ത ഒരു ആക്ട്രസിനെ തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ നോക്കിക്കാൻ അറിയാൻ പറ്റും, സൂപ്പർമാൻ സിനിമയ്ക്കകത്ത് ഏറ്റവും കുറവ് സാലറി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഡേവിഡ് കോൺസ്വീറ്റ് ആയിരുന്നു. അതിനേക്കാളും കൂടുതൽ നിക്കോളാസ് ഹോൾട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു സെയിം അപ്രോച്ച് തന്നെയാണ് വണ്ടർ വുമൻ്റെ കാസ്റ്റ് ചെയ്യുമ്പോഴും അവരെന്താണ് ആലോചിക്കുന്നത്.
സോ നമുക്ക് പ്രതീക്ഷിക്കാം അധികം പോപ്പുലർ അല്ലാത്ത ഏതെങ്കിലും ഒരു ആക്ട്രസ് ഈ ഒരു എന്താ പറയുക ഈ ഒരു വണ്ടർ വുമനെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ. അതുപോലെ തന്നെ DCUയെ കുറിച്ച് മറ്റൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ജെയിംസ് ഗൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് പോലെയല്ല ഞങ്ങളുടെ DC യൂണിവേഴ്സ്, ഇത് ഗെയിം ഓഫ് ത്രോൺസ് പോലെയാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പൊന്നിനി എന്തൊക്കെ കാണേണ്ടി വരും. അത് അവസാനം കൊണ്ടേ തുലയ്ക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വല്ല ബ്രേക്കിംഗ് ബാഡ് എന്നൊക്കെ പറയുന്നത് പിന്നെയും വിശ്വസിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അടുത്തൊരു ഗോട്ട് ആവുമോ അതോ അടുത്തൊരു ഫ്ലോപ്പ് ആവുമോ DC യൂണിവേഴ്സ്? ആൻഡ് നമുക്കിനി നേരെ നമ്മുടെ എക്സ്മെനിലേക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്മെൻ സിനിമയുടെ കാസ്റ്റിംഗ് കാര്യങ്ങളും അതുകൂടാതെ തന്നെ എൻ്റെ ഡയറക്ടറിനെയൊക്കെ അവർ കൺഫേം ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യം ഈ അടുത്തിടെ ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കറൻ്റ്ലി ആ ഒരു പ്രൊജക്റ്റ് അവർ ഹോൾഡ് ചെയ്തേക്കോ തന്നെയാണ്. കാരണം മാർവൽ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുന്നത് ഡൂംസ്ഡേയും അതുകൂടാതെ സീക്രട്ട് വാർസും തന്നെയാണ്. സോ അതിന് ശേഷം നമ്മുടെ മ്യൂട്ടൻസ് സാഗ വരുമ്പോൾ തന്നെയായിരിക്കും അതിനെക്കുറിച്ച് ഇനി കൂടുതൽ അപ്ഡേറ്റ് കിട്ടാൻ പോകുന്നത്. സോ ഇപ്പോൾ എന്താണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഇനി അപ്ഡേറ്റ് ഒന്നും നമുക്ക് എക്സ്മെനെ കുറിച്ച് ലഭിക്കാൻ പോകുന്നില്ലെന്നാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ഒരു പുതിയൊരു അപ്ഡേറ്റ് തന്നെ. ആൻഡ് അതുകൂടാതെ തന്നെ ഈ ഇടയ്ക്ക് ജോൺ ബ്രത്താൻ അണ്ണൻ പുതിയ പണിഷറിൻ്റെ കോസ്റ്റ്യൂം നമ്മൾ ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും വിചാരിച്ചത് അത് സ്പൈഡർമാന് വേണ്ടിയിട്ടുള്ളതെന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് സ്പൈഡർമാന് വേണ്ടിയിട്ടുള്ളതല്ല, അതൊരു സെപ്പറേറ്റ് ഒരു സ്പിൻ ഓഫ് അല്ലെങ്കിൽ വേറൊരു പുതിയ പണിഷറിൻ്റെ സീസൺ കിട്ടുമോ എനിക്കറിയില്ല, അതിലേക്ക് വേണ്ടിയിട്ടുള്ളതെന്നുള്ള കാര്യമാണ് പുള്ളിക്കാരൻ പറയുന്നത്. എന്തായാലും സ്പൈഡർമാന് വേണ്ടിയിട്ടുള്ളതല്ല. പക്ഷെ എന്തായാലും കോസ്റ്റ്യൂം നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ അഭിപ്രായങ്ങൾ പറയാവുന്നതാണ്. സോ ഇനി നമുക്ക് നേരെ നമ്മുടെ ബ്രാൻഡ് ന്യൂ ഡേയിൽ ബ്രാൻഡ് ന്യൂ സ്പൈഡർമാൻ്റെ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിലേക്കെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറേയധികം ലീക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്പൈഡർമാൻ ചാടിപ്പോകുന്നു, പറന്നു പോകുന്നു, ടാങ്കിൻ്റെ പൊക്കത്തിരുന്ന് ഓടുന്നു, സ്വിങ് ചെയ്യുന്നു. ടോം ഹോളണ്ട് തന്നെയാണ് ഈ പറഞ്ഞ സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആൻഡ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ഷൂട്ടിംഗ് സ്കോട്ട്ലൻഡിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. ആൻഡ് ആ ഒരു അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇതിനകത്ത് കുറച്ചും കൂടി കൂടുതൽ മിസ്റ്റർ നെഗറ്റീവും അതുകൂടാതെ തന്നെ ഹൾക്കും വരും എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. ആൻഡ് നമുക്ക് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു സിനിമയ്ക്കകത്ത് സ്പൈഡർമാൻ ഒരു മെൻറ്റർ ഉണ്ടാവും. എന്നോട് ചോദിക്കണേ അതിൻ്റെ ആവശ്യമില്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിനു മുമ്പുള്ള സിനിമയ്ക്കകത്ത് നമ്മുടെ ടോണി സ്റ്റാർക്ക് ഉള്ളത് ഒരു രീതിയിൽ സ്പൈഡർമാൻ്റെ ആ ഒരു ക്യാരക്ടറിനെ വളരാൻ സമ്മതിച്ചില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് തന്നെ. പക്ഷേ ഇപ്പോൾ നമ്മൾ ആക്ച്വലി സ്പൈഡർമാനെ നോക്കുകയാണെങ്കിൽ സ്പൈഡർമാന് പ്രത്യേകിച്ച് ഒരു ഇതുമില്ല. സ്പൈഡർമാൻ എന്താ പറയണ്ട ആ ഒരു റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഒരു സാധാരണക്കാരനായിട്ട് ജീവിക്കുന്നത് തന്നെയാണ് നമ്മൾ ആക്ച്വലി നോവേ ഹോമിൻ്റെ എൻഡിങ്ങിൽ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതിനകത്ത് വീണ്ടും ഒരു മെൻറ്ററിനെ കൊണ്ടുവന്നാൽ അത് ഭയങ്കര ശോകമായിരിക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത് തന്നെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. ആൻഡ് അതുകൂടാതെ തന്നെ മറ്റൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് മൈക്കൽ മാൻഡോയുടെ ഭാഗത്തും തന്നെയാണ്. ഡിഡ് ഐ എവർ ടെൽ യു ദ ഡെഫിനേഷൻ ഓഫ് ഇൻസാനിറ്റി? ഈ ഡയലോഗ് നിങ്ങൾ എവിടെ കേട്ടിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. ഇന്ന് നിങ്ങളൊരു ട്രൂ ഫാനാണ് എന്ന് ഞാൻ പറയുന്നത് തന്നെയായിരിക്കും. ആൻഡ് മൈക്കൽ മാൻഡോ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് സ്കോർപ്പിയോണിൻ്റെ കോമിക് ബുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു കോസ്റ്റ്യൂമിൽ സ്കോർപ്പിയോനെ നമുക്ക് എന്താണെങ്കിലും ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെയാണ്. ആൻഡ് പുള്ളിക്കാൻ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് വരാൻ നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് തന്നെയാണ്. ആൻഡ് ഫ്യൂച്ചറിനകത്ത് ചിലപ്പോൾ വെനമായിട്ട് സിംബിയോട്ട് ആയിട്ട് മെർജ് ചെയ്യുമെന്നുള്ള പല കാര്യങ്ങളെല്ലാം പുള്ളിക്കാരൻ തന്നെ ടീസ് ചെയ്യുന്നുള്ളത് തന്നെയാണ്. ആൻഡ് പിന്നെ മറ്റൊരു വലിയൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുള്ളതെന്ന് പറയാം, ഇതിനു മുമ്പ് നമ്മൾ ആക്ച്വലി ടോം ഹോളിൻ്റെ ആ ഒരു സ്യൂട്ട് കാണിക്കുന്നതിന് മുമ്പ് നമുക്കൊരു 6 സെക്കൻഡിൻ്റെ ആ ഒരു സ്യൂട്ട് മാത്രം റിവീൽ ചെയ്തിട്ടുള്ളത് ഒരു വീഡിയോ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളതിൻ്റെ റിയാക്ഷനൊക്കെ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ ആ ഒരു സ്യൂട്ടിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അത് കുറച്ചും കൂടി ഒരു പ്രൊജക്റ്റഡ് ആയിട്ടുള്ളൊരു സ്യൂട്ട് തന്നെയാണ്. പക്ഷേ ടോം ഹോളണ്ട് ഇട്ടേക്കുന്ന സ്യൂട്ട് നമ്മൾ അതിന് ശേഷം ഈ പറഞ്ഞിട്ടുള്ള BTSലെല്ലാം നമ്മൾ കണ്ടത് വെച്ച് നോക്കുകയാണെങ്കിൽ അത് ടോട്ടലി ഡിഫറൻസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സോ ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് പറയാം, ഈ ഒരു സിനിമയ്ക്കകത്ത് 2 സ്യൂട്ട് ഉണ്ടാവും. കാരണം ഈ ടോം ഹോളണ്ട് ഈ ഒരു സ്പൈഡർമാൻ ഫ്രാഞ്ചൈസി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിലും നമ്മൾ സ്പൈഡർമാന് 2 സ്യൂട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഇപ്പോൾ അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുള്ള സിനിമയുടെ സ്റ്റാർട്ടിങ്ങിലുള്ള സ്യൂട്ടായിരിക്കും സിനിമയുടെ എൻഡിങ്ങിലേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്കൊരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള ടോബി മക്യോർ ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു സ്യൂട്ട് നമുക്ക് ലഭിക്കുമെന്ന് ആണ് നമുക്ക് എന്താണെങ്കിലും കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ വേറെ ഒരു റൂമർ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇത്രേ പറയുള്ളൂ, യെസ് സോണി കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു ടോബി മക്യോർ സ്പൈഡർമാനായിട്ട് തിരിച്ചു വരുമെന്ന്. സോ ചിലപ്പോൾ ടോബി മക്യോറിൻ്റെ പുതിയ സ്യൂട്ട് ആകാനും സാധ്യത കൂടുതൽ തന്നെയാണ്, എനിക്കറിയില്ല. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് എന്താണെങ്കിലും ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് സ്പൈഡർമാൻ്റെ ബ്രാൻഡ് ന്യൂ ഡേയെ കുറിച്ചിട്ടുള്ള ബ്രാൻഡ് ന്യൂ അപ്ഡേറ്റ്സ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ തന്നെയാണ്, ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നത് തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സീ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.